നമുക്കറിയാം കാൻവാർ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കുംഭമേളയെപ്പോലെ വലിയ ഒരു തീർത്ഥാടനമാണ്, കുംഭമേളയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടനമാണ് കാൻവാർ യാത്ര എന്ന് പറയുന്നത്. ഈ കാൻവാർ യാത്ര എപ്പോഴും തുടങ്ങുമ്പോഴും കാൻവാർ യാത്രയിൽ ധാരാളം പ്രതിസന്ധികളും ധാരാളം വിവാദങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷം കാൻവാർ യാത്രയിൽ നമ്മൾ കേട്ടതാണ് മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കടയുടമകൾ അവരുടെ പേരും കടയുടെ കൂടെ പ്രദർശിപ്പിക്കണം എന്നുള്ളത്. കാരണം ഈ യാത്ര നടക്കുമ്പോൾ പല സ്ഥലത്തും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുമുണ്ട്. UPA സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും അത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രദേശങ്ങളുടെ ഈ യാത്ര കടന്നു പോകുമ്പോൾ ഇത് ആക്രമിക്കപ്പെടുന്നു. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രഥയാത്രയോ ഘോഷയാത്രയോ ഒന്നുമല്ല, ഭക്തരുടെ ഒരു സംഘമാണ്. പല ഭാഗങ്ങളിൽ നിന്നുമാണ് ഇത് കടന്നു പോകുന്നത്. ഉത്തർപ്രദേശ് ടച്ച് ചെയ്യാതെ ഇവർക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ഉത്തരാഖണ്ഡിലേക്കാണ് ഇവർ ഈ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സമയമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെയധികം കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ കാൻവാർ യാത്രാ സമയത്ത് പരമാവധി പരിശുദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനായി പല മുസ്ലിം കടകളിലുള്ള ഉടമസ്ഥരും പരിശ്രമിക്കാറുണ്ട് പ്രധാനമായും. എങ്കിലും ചില മതമൗലികവാദികൾ ഈ യാത്രയുടെ പരിശുദ്ധി കളയാനായി അവരുടെ കുത്തിത്തിരിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. പരിശുദ്ധമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വ്രതമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോൺ വെജും ഉള്ള കടയിൽ കയറി ഭക്ഷണം കഴിക്കാറില്ല. നമുക്ക് നോൺ വെജ് പ്യുവർ ആയിട്ടുള്ള കടയിൽ കയറി തന്നെ മാത്രമേ ചില ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അതൊന്നും ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല. എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 1400 കിലോ ഫേക്കായിട്ടുള്ള പനീർ പിടിച്ചെടുത്തിരിക്കുകയാണ്. പനീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം പദാർത്ഥമാണ്. ഈ പനീർ 1400 കിലോഗ്രാം പനീറാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും യോഗി പോലീസാണ് ഇത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള തീർത്ഥാടകർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായിരുന്നോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പനീർ എന്ന് പറയുന്നത് ശുദ്ധമായ പാലിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, ഇത് ഫേക്ക് പനീറാണ് എന്നുള്ളതാണ്. യോഗി പോലീസ് ഇപ്പോൾ 3 പേരെയാണ് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 36 വയസ്സുള്ള ഗുഡു എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇയാളാണ് ഈ ഫേക്ക് പനീർ പ്ലാന്റ് സമ്പൂർണ്ണമായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 30 വയസ്സുള്ള ഹെൽപ്പറായിട്ടുള്ള നിഖ്ലാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പിന്നെ ഒരു നവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ യോഗി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫേക്ക് പനീർ, സ്റ്റാർച്ചി പൗഡർ, കെമിക്കൽസ്, ആർട്ടിഫിഷ്യൽ കളർ, പിന്നെ പാം ഓയിൽ, പാം എണ്ണ എല്ലാം ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിന്മേൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഉത്തർപ്രദേശിൽ നടന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.